അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാനാസ് വേൾഡ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഈദ് മുബാറക്. അപ്പോൾ ആദ്യമായിട്ട് തന്നെ അത് പറഞ്ഞു തുടങ്ങാം, കാരണം ഇപ്രാവശ്യത്തെ ഈദ് മുബാറക്കിൻ്റെ വീഡിയോസ് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാം കൂടെ ഒരുമിച്ച് വീഡിയോ ഇടാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ കുറച്ച് തിരക്കുകളും ബഹളങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് പെരുന്നാളായിട്ട് അൽഹംദുലില്ലാ ഒരു 2-3 ദിവസമായിട്ട് നല്ല വർക്കായിരുന്നു. ഒരു 10-24 കിലോ കേക്ക് വരെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഈ നോമ്പിൻ്റെ ലാസ്റ്റ് ഭയങ്കര ക്ഷീണത്തിനിടയിൽ അമ്മ ചെയ്തിട്ടുള്ള ഈ ഒരു കേക്കുകളിലൊക്കെ കാണിച്ചു തരാം. ഇത് റഷ്യൻ ഹണി കേക്ക് റെസിപ്പി നമ്മുടെ ചാനലിലുണ്ട്. അടിപൊളി ടേസ്റ്റിയാണ്, നല്ല ഫീഡ്ബാക്ക് ഓരോന്നും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ബ്ലാക്ക് ഫോറസ്റ്റും വൈറ്റ് ഫോറസ്റ്റിൽ 2 കോക്കനട്ടിലൊക്കെ ചെയ്തിട്ടുള്ളത്. ഇതൊരു റെയിൻബോ കേക്കാണ്. ഇത് വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ്. അങ്ങനെ എല്ലാം പല ഫ്ലേവറിൽ പിസ്ത അങ്ങനെ പല ഫ്ലേവറിൽ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്രാവശ്യം നമ്മൾ ബക്ലാവ ട്രൈ ചെയ്തിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽ റെസിപ്പി നമ്മൾ ചാനലിലുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ പല തീമായിട്ടുള്ള കേക്കുകളും പല ഫ്ലേവറായിട്ടുള്ള കേക്കുകളൊക്കെ നമ്മൾ ചെയ്ത് കൊടുത്തു. അൽഹംദുലില്ലാ ഒരുപാട് സന്തോഷമുള്ള ഒരു പെരുന്നാളായിരുന്നു. കാരണം പല ഫ്ലേവർ നമ്മൾ ട്രൈ ചെയ്തു, നല്ല ഫീഡ്ബാക്ക് കിട്ടിയപ്പോൾ നല്ല സന്തോഷമായിരുന്നു. ഇത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത്, ഈ ഫോണ്ടൻറ്റ് കട്ടേഴ്സ് വെച്ച് ചെയ്തിട്ടുള്ളത്. ഇത് ബക്ലാവ ബ്രൗണിയൊക്കെ ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ. ബക്ലാവയുടെ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് ഒരുപാട് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്കും കിട്ടും അതുപോലെ ഓർഡേഴ്സൊക്കെ. അതുപോലെ തന്നെ 4-in-1 ഐറ്റം ഫ്ലേവറിൽ നമുക്ക് കേക്ക് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഇപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഇനി നമുക്ക് ഓരോന്നിൻ്റെയൊക്കെ ചെറുതായിട്ട് രീതിയിൽ ഫില്ലിംഗ് ഒന്ന് ചെയ്യുന്നത് കാണാം. ഡീറ്റെയിൽ വീഡിയോസും ഡെക്കറേഷൻസും ഒന്നും ഞാൻ എടുത്തിട്ടില്ല, കാരണം വീഡിയോ ലെങ്ത് ആവുമെന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഇത് നമുക്ക് എല്ലാത്തിൻ്റെ വീഡിയോ നമ്മളെല്ലാം ഇട്ടതാണ്. പിന്നെ അഡീഷണലായിട്ട് അതുകൊണ്ടാണ് ഇടായിരുന്നത് കേട്ടോ. ഇത് നമ്മളുടെ റാഫല്ലോ കേക്കിൻ്റെ ഫില്ലിംഗ് ആണ് കേട്ടോ. ഡെസിക്കേറ്റഡ് കോക്കനട്ടും മിൽക്ക് മെയ്ഡും ക്രീമും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതാണ് റാഫല്ലോ കേക്കിൻ്റെ ക്രീം ഫ്രോസ്റ്റിംഗ് വരുന്നത്. ഇതിൻ്റെ ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇത് നല്ല തേങ്ങാപ്പാലാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ നമ്മളെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുള്ളത് ഡെസിക്കേറ്റഡ് പൗഡർ, കോക്കനട്ട് പൗഡർ ഉണ്ടല്ലോ, കോക്കനട്ട് പൗഡർ അത് കിട്ടുമല്ലോ, തേങ്ങാപ്പാൽ നമ്മൾ പൗഡർ മേടിച്ചുണ്ടാക്കുന്ന അത് വെച്ചിട്ടാണ് ഞാൻ കേട്ടോ ചെയ്തത്. അപ്പോൾ ഒരുപാട് കമൻറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ വെച്ച് ചെയ്താലും നല്ല ടേസ്റ്റാണ്, അവസാനം ചെയ്ത് നോക്കുന്നു. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ നല്ല തേങ്ങാപ്പാൽ എടുത്തിട്ടാണ് പഞ്ചസാര ഒക്കെ ആഡ് ചെയ്ത് പിന്നെ കോക്കനട്ട് എസെൻസ് ആഡ് ചെയ്തിട്ടുണ്ട്, 2 ഡ്രോപ്പ് അതും കൂടെ ആഡ് ചെയ്തിട്ട് ചെയ്ത് നോക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പറഞ്ഞെന്ന ആ ആൾക്കാർക്കൊക്കെ വളരെ താങ്ക്സ്. കാരണം ഇതാണ് കമൻറ്റ് കൊണ്ടുള്ളൊരു ഗുണം. കാരണം നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതിങ്ങനെ നോക്കിക്കാതെ അതിനെക്കാട്ടും നല്ല കമൻറ്റുകളോ അല്ലെങ്കിൽ നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. അത് എനിക്ക് മാത്രമല്ല, അത് മറ്റുള്ളവർക്കും അതുണ്ടാക്കുമ്പോൾ നല്ലൊരു ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അതിങ്ങനെ ചെയ്യാനാണ് കുറച്ചുകൂടി നല്ലത് കേട്ടോ എന്ന് പറയുമ്പോൾ അത് മറ്റുള്ളവർക്കും എനിക്കും നല്ല യൂസ്ഫുള്ളാണ്. അപ്പോൾ അതുപോലെ കോക്കനട്ട് മിൽക്ക് വെച്ചിട്ട് എനിക്ക് പേടിയുണ്ടായിരുന്നു, കേട് വരുമോ എന്നൊക്കെ ഒരു പേടിയുണ്ടായിരുന്നു. പക്ഷെ അവർ പറഞ്ഞ ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് ചെയ്തു, നല്ല ടേസ്റ്റാന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് ചെയ്തു. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡർ കിട്ടില്ല എന്ന് പറഞ്ഞാൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ തേങ്ങാപ്പാൽ വെച്ച് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഞാനതിൽ കോക്കനട്ട് എസൻസ് 2 ഡ്രോപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രത്യേക ഒരു ഫ്ലേവറും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഇതായിരുന്നു നമ്മുടെ റാഫല്ലോ കേക്കിൻ്റെ ഫില്ലിങ്. നല്ല ആൽമണ്ടൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് ഫില്ലിങ്ങൊക്കെ നല്ല റിച്ചായിട്ട് ഇട്ട് കൊടുക്കുക. നല്ല റിച്ച് കേക്കുകൾക്ക് റിച്ച് ഫില്ലിങ് തന്നെ ഉണ്ടാവണം, അപ്പോഴാണ് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുക. അപ്പോൾ ഇതാണ് തേങ്ങാപ്പാലാണ്. ഒരു കേടും വന്നിട്ടില്ല. ഞാൻ ഇത് ഇപ്പോൾ തലേ ദിവസമല്ല ചെയ്യുന്നത്, അതിൻ്റെ തലേ ദിവസം നൈറ്റിൽ നമ്മൾ ചെയ്ത് കൊടുക്കണം. പെരുന്നാളുടെ തലേ ദിവസം രാത്രി കൊടുക്കേണ്ട കേക്കുകളായിരുന്നു. അപ്പോൾ നമുക്ക് തലേന്ന് ചെയ്ത് വെക്കാൻ പറ്റില്ലല്ലോ, അതിന് മുന്നേ തന്നെ ചെയ്ത് വെക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് തേങ്ങാപ്പാലായതുകൊണ്ട് കേട് വരുമോ എന്നൊക്കെ ഉണ്ടായിരുന്നു. ഒരു പേടും പേടിക്കണ്ട, കേട് വരില്ല. അപ്പോൾ ഞാനിത് എന്താ ചെയ്യുന്നത്, ചില്ലറിൽ നല്ല ഹൈ കൂളിലായതുകൊണ്ടാണ് കേടൊന്നും വന്നിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ ടെൻഷൻ ഉണ്ടെങ്കിൽ ഫ്രീസറിൽ സൂക്ഷിക്കാം, ഇല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാലും കേടൊന്നും വന്നില്ല. ഞാൻ ചൂടാക്കിയൊന്നുമില്ല, ജസ്റ്റ് ഷുഗർ ആഡ് ചെയ്തു. പിന്നെന്ത് ചെയ്യാം, അത്ര തന്നെ ഉണ്ടായുള്ളൂ, എസൻസ് ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇതൊരു ചോക്ലേറ്റ് കേക്കായിരുന്നു. ചോക്ലേറ്റ് കേക്കല്ല, ഇത് നമ്മുടെ സ്പാനിഷ് ഡിലൈറ്റ് ആയിരുന്നു, സ്പാനിഷ് ഡിലൈറ്റ്. പക്ഷെ അതിൽ എന്താ പറയുക, ഫ്രോസ്റ്റിങ് ബൂസ്റ്റ് ഫ്രോസ്റ്റിംഗ് ആണ്. അതുപോലെ തന്നെ കാഷ്യൂ, ആൽമണ്ട്, പിസ്ത ഇത്രയാണ് അതിൽ ഇട്ടിട്ടുള്ളത്. കാരണം ഇവർക്ക് മധുരം വളരെ കുറവ് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പ്രളയം ചെയ്യാറുന്നത്. പക്ഷേ ഫില്ലിങ്ങൊക്കെ നല്ല റിച്ചായിട്ട് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്.
പക്ഷേ പലർക്കും പല ഫ്ലേവറും ഇഷ്ടമാവണം എന്നില്ലല്ലോ. അപ്പോൾ ഇവിടെ എനിക്ക് ചെറിയൊരു ഫീഡ്ബാക്ക് അവർ വന്നു. പക്ഷേ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റുള്ള കേൾക്കില്ല ഇഷ്ടപ്പെടുന്നവരുണ്ട് കേട്ടോ. ഇതൊക്കെ കേട്ടിട്ട് ഇന്ന് വരെ ഒരു ഫീഡ്ബാക്ക് മോശമായിട്ടില്ല. പക്ഷേ അവർക്ക് മധുരം ബൂസ്റ്റിൻ്റെ ഫ്ലേവർ ഇഷ്ടമായില്ല എന്ന് പറഞ്ഞു കേട്ടോ. പക്ഷേ നന്നായിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ റിച്ചായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കണ്ടേ. പക്ഷേ നമ്മൾ റിച്ചായിട്ട് ചെയ്ത് കൊടുത്തു. പക്ഷേ അവർക്ക് ബൂസ്റ്റ് ഫ്ലേവർ ഇഷ്ടമായില്ല കേട്ടോ. പക്ഷേ ഈ കേക്ക് ഉണ്ടാക്കിയിട്ട് ഇന്ന് വരെ ഒരു ഫീഡ്ബാക്ക് മോശമായിട്ട് വന്നിട്ടില്ല. അതിൻ്റെ സ്പോഞ്ച് ആയാലും അതിൻ്റെ ഫില്ലിംഗ് ആയാലും ഒക്കെ അടിപൊളിയായിരുന്നു. അപ്പം ഒരു ബൂസ്റ്റ് ഫ്ലേവർ ഇഷ്ടമില്ലാത്ത ടീമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ബാഡ് മാർക്കാണ് വന്നത് കേട്ടോ. ബാഡ് മാർക്ക് ഒന്നും പറയാൻ പറ്റില്ല. അവർക്ക് ബൂസ്റ്റ് ഫ്ലേവർ ഇഷ്ടമില്ലാത്തതുകൊണ്ട് അങ്ങനെ ആയിന്ന് മാത്രമേ ഉള്ളൂ. സംഭവം കേക്ക് അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ കഴിഞ്ഞത് ചോക്ലേറ്റ് കേക്കിൻ്റെ ഫില്ലിംഗ് ആയിരുന്നു. ഇപ്പോഴത്തെ ഒരു ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ഫില്ലിങ് ഇങ്ങനെയാണ് കൊടുത്തത്. അപ്പോൾ ഈ പെരുന്നാളിന് ഉണ്ടാക്കി കൊടുത്തിട്ട് ഒറ്റ കേക്കിന് പോലും മോശമായിട്ടൊരു ഫീഡ്ബാക്ക് നമുക്ക് കിട്ടിയിട്ടില്ല. അവർ പിന്നെ ആ ബൂസ്റ്റ് ഫ്ലേവർ ഇഷ്ടമായില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പ്രത്യേകിച്ച് വേറെ വിഷമങ്ങളൊന്നുമില്ല. കേക്ക് സോഫ്റ്റ് ഉണ്ടായിരുന്നു, വേറെ വിഷമങ്ങളൊന്നുമില്ല. പക്ഷേ അവർക്ക് ബൂസ്റ്റ് ഫ്ലേവർ ഇഷ്ടപ്പെട്ടില്ല അത്രേ അവർ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. മോശമായെന്നൊന്നും പറയാൻ പാടില്ല, അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം ഇത് നമ്മളുടെ 4-in-1 കേക്കിലേക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന മാംഗോ കേക്കാണ് കേട്ടോ. മാംഗോ അപ്പം ഫ്രഷ് മാംഗോ പൾപ്പ് ഇട്ടിട്ട് നമ്മൾ മിൽക്ക് മെയ്ഡും കൂടെ മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം. മാംഗോ കേക്കിൻ്റെ നമ്മളുടെ ഒരു ഫില്ലിങ് ഇങ്ങനെയാണ്. ഇത് മാംഗോ കേക്ക് കഴിക്കുമ്പോൾ ഏത് കേക്കും കഴിക്കുമ്പോൾ നമ്മളുടെ അതിൻ്റെ ഡിസൈൻഡ് കേക്ക് ഉണ്ടല്ലോ, ഡിസൈൻഡ് കേക്ക് കഴിക്കുമ്പോൾ എപ്പോഴായാലും നമുക്ക് കുറച്ച് നമ്മൾ സാധാരണ നോർമൽ ഇപ്പോൾ ഈ ഒരു കേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പൾപ്പൊക്കെ ഇട്ട് ഫില്ലിങ്ങൊക്കെ കൊടുത്ത് അതിൻ്റെ മുകളിൽ ട്രഫിളും കൂടെ ഒഴിച്ചിട്ട് കൊടുക്കണ കേക്കാണിത്. ഇത് കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ ചണ്ടൊട്ടെന്ന് പറയില്ലേ, അങ്ങനത്തെ ചിലർ പറയില്ലേ കിളി പോയി, അങ്ങനത്തെ ആ ഒരു ഫീലിംഗ് കിട്ടും. അത്ര ടേസ്റ്റാണ് മാംഗോ കേക്ക് ഇങ്ങനെ ഫില്ലിങ്ങും ട്രഫിളും കൂടെ ഒഴിച്ച് കഴിക്കുമ്പോൾ. പക്ഷേ ഏത് നല്ല കേക്കാണെങ്കിലും ബട്ടർ സ്കോച്ച് ആയാലും മാംഗോ ട്രഫിൾ ആയാലും ചോക്ലേറ്റ് കേക്ക് ആയാലും അതിൻ്റെ കംപ്ലീറ്റ് ഫിനിഷ് ആ ഒരു ടെക്സ്ചറിൽ കൊടുക്കുമ്പോഴാണ് നമുക്ക് ആ കേക്കിൻ്റെ ഫിനിഷിങ് പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുക. ഡിസൈൻഡ് കേക്കുകൾ ചെയ്യുമ്പോൾ പുറത്ത് ക്രീം ചെയ്ത് അതിനോട് ഡെക്കറേഷൻ ബേസ്ഡ് ആകുമ്പോൾ നമുക്ക് ആ കേക്കിൻ്റെ ഫുള്ളായിട്ടുള്ള ടേസ്റ്റ് കിട്ടുന്നില്ല. അപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ ആ കേക്കിൻ്റെ പകുതി ടേസ്റ്റിലേക്ക് എത്തുള്ളൂ. പിന്നെ ഫില്ലിങ് എത്ര നമ്മൾ കോരിയിട്ടിട്ടും കാര്യമില്ല, ഔട്ടിങ്ങും കൂടെ കറക്റ്റ് ആകുമ്പോഴാണ് ആ കേക്കിന് ടേസ്റ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മാംഗോ കേക്ക് വരുന്നത്. ഇതിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യും, ട്രഫിളും കൂടെ ഒഴിക്കും. അപ്പോൾ അപ്പോഴാണ് ഈ കേക്കിൻ്റെ ടേസ്റ്റ് കൂടുന്നത് കേട്ടോ. അത് പലപ്പോഴും ബേക്കേഴ്സും കസ്റ്റമേഴ്സും ശ്രദ്ധിക്കാറില്ല, അതൊന്ന് ശ്രദ്ധിച്ചേക്ക്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുള്ള അങ്ങനെ ഒരു കസ്റ്റമറോട് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു ഐഡിയ കൂടി നമുക്കുണ്ടാകും. ഇത് ലോട്ടസ് ബിസ്കോഫ് കേക്കാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടില്ല. ഇൻഷാല്ലാ നെക്സ്റ്റ് നമുക്കത് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോസൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലോട്ടസിൻ്റെ ബിസ്കോഫിൻ്റെ ഒരു ലോട്ടസ് ബിസ്കോഫിൻ്റെ ഒരു സെറ്റ് ബോട്ടിലും സ്പ്രെഡും ബിസ്ക്കറ്റൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ എത്ര കിലോ വരെ നമുക്ക് ഉണ്ടാക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ടൈപ്പിലുള്ള സംഭവമൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കിയത് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അത് ഇൻഷാല്ലാ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് താഴെ കാണുന്ന ആ തംബ്നെയിലൊന്ന് പ്രസ് ചെയ്യുക, അതായത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാനൊക്കെ മറക്കരുത്. ഷെയർ ചെയ്തതിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇത് പിസ്ത ഫ്ലേവർ നമ്മൾ 4-in-1 കേക്കിൻ്റെ ഒരു ഫ്ലേവർ ഇത് ഇവിടെ റെഡി ആവണം. ലാസ്റ്റ് ഇങ്ങനെയാണ് കേട്ടോ. നമ്മൾ പിസ്ത ക്രഷ് ഉണ്ടല്ലോ അത് മേലെ ഒഴിക്കുകയാണ് ചെയ്തത്. പലതും പല ടൈപ്പിൽ, അതായത് ട്രഫിൾ ഒഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതേപോലെ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ പിസ്ത ഫ്ലേവർ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ട്. അപ്പം അങ്ങനെ ഒരു ക്രഷ് കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്ത് കിട്ടുക. അപ്പോൾ എല്ലാത്തിൻ്റെ ടേസ്റ്റ് അവർക്ക് മനസ്സിലാവുമല്ലോ, ഇങ്ങനെ ക്രഷ് ഡയറക്റ്റ് കൊടുത്താലും ട്രഫിൾ കൊടുത്താലും ഒക്കെ എങ്ങനെ ഇരിക്കും എന്നുള്ളത്. അപ്പോൾ അതിങ്ങനെ നൈസായിട്ട് ഇതേപോലെ ഡിസൈൻ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതേ നമ്മുടെ സ്പാനിഷ് ഡിലൈറ്റ് കേക്ക് ഇതേപോലെ ആയിട്ടുണ്ട്. അപ്പം ഡിസൈൻ കേക്കാണ്. ഇതേപോലുള്ള ഫോട്ടോസൊക്കെ നമുക്കിങ്ങനെ എടുക്കാൻ കിട്ടും. അതൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു ഫോട്ടോ ഓരോ കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതേ നമ്മളുടെ ഇങ്ങനെ ഈദ് മുബാറക്കിൻ്റെ ഒരു കേക്ക് സിമ്പിൾ ഡിസൈനായിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം ഈദ് മുബാറക്കിന് നമ്മൾ ചെറിയൊരു ഓഫറൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാ കേക്കിനും 100 രൂപ വരെ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം 1/2 kg മുതലല്ല 1 kg മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ എന്താണ് ഇപ്രാവശ്യത്തെ ഓഫർ എങ്ങനെയാണ്? ഞാൻ ഇന്ന് വരെ ഓഫേഴ്സ് ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ. ഇപ്രാവശ്യം ഞങ്ങൾ ഓഫർ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അൽഹംദുലില്ലാ കുഴപ്പമില്ലാത്ത രീതിയിൽ, എന്നാലും
ഓഫർ ഇട്ടപ്പോൾ മനസ്സിലായി നമുക്ക് കാര്യമായിട്ടൊന്നും കയ്യിൽ കിട്ടിയിട്ടില്ല എന്ന് മനസ്സിലായി. കാരണം ആ ഒരു 100 നമ്മളുടെ ലാഭത്തിൻ്റെ വലിയൊരു പങ്കാണ് ആ 100 എന്നുള്ളത് മനസ്സിലായി. കാരണം ഒന്നുമില്ല, പിന്നെ കയ്യിൽ കാര്യമായിട്ടൊന്നും കിട്ടില്ല എന്ന് മനസ്സിലായി. കാരണം ഒരു കിലോന് 100 രൂപ കുറച്ച് കഴിഞ്ഞാൽ എന്താ കിട്ടുക നമുക്കിത് മനസ്സിലായിക്കൂടെ. അപ്പോൾ അതാണ് കാര്യം. ഇപ്പോൾ പുതിയ കസ്റ്റമേഴ്സിനെ ടേസ്റ്റുകൾ അറിയിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് കൂടുതൽ പ്രോഫിറ്റൊന്നും ഇപ്രാവശ്യം പ്രതീക്ഷിച്ചിട്ടില്ല. നമ്മൾ 4-in-1 ആയിട്ടുള്ള കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ പിസ്ത മാംഗോ ലോട്ടസ് ബിസ്കോഫ്, അതുപോലെ തന്നെ ഇത് ഞാൻ 8-in-1 ഫ്ലേവർ എന്നുള്ള നിലക്കാണ് കേട്ടോ. 8-in-1 എന്നുള്ള ഫ്ലേവറാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ആഡൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ആളെ കിട്ടിയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, 8 ഫ്ലേവർ നമുക്ക് നഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കാകെ 3 ആളെ കിട്ടിയുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരു ഫ്ലേവർ നമ്മൾ എടുക്കുകയാണ് ചെയ്തത്. കാരണം നമുക്കും വേണമല്ലോ ആ ഒരു ഫ്ലേവറും. 4 ഫ്ലേവർ എങ്ങനെ ഉണ്ടാവും, എന്തായാലും 8 ആളെ കിട്ടിയാൽ കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എല്ലാവർക്കും നല്ല നാടൻ ചോറ്, മീൻകറി, നല്ല അയക്കൂറൊക്കെ വെച്ച് മീൻകറി വെച്ച്, അവിയൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ചിക്കൻ ഫ്രൈ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് ചെയ്യാമെന്ന് വെച്ചിട്ട് തലേന്ന് അനിയൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ, എൻ്റെ വീട്ടിലല്ല. അപ്പോൾ ഇവിടെ കേക്കും ബഹളം തിരക്കൊക്കെ ആയപ്പോൾ അവർ പറഞ്ഞു അനിയൻ്റെ വീട്ടിൽ വെച്ച് ചെയ്യുക, നമുക്ക് അവിടെ കൂടെ നീ അങ്ങോട്ട് ആയോ. എൻ്റെ തിരക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ചെന്ന് നോക്കുമ്പോഴേക്കും അവിടെ നോമ്പ് തുറ എല്ലാം അവിടെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിത് നോമ്പൊക്കെ തുറന്നതിന് ശേഷം പച്ചക്കറിയൊക്കെ കട്ട് ചെയ്ത് പിന്നെ തുടങ്ങി അവിടെ ഭയങ്കര പടക്കം പൊട്ടിക്കൽ. ഞങ്ങളല്ല, അടുത്ത വീട്ടിലാണ് കേട്ടോ. ഞങ്ങൾ അങ്ങനെ പൈസ പൊട്ടിച്ചിട്ട് പടക്കം പൊട്ടിച്ച് കളയണ ഇഷ്ടമല്ല. ഉപ്പാക്കും ആർക്കും അങ്ങനെ പൈസ പൊട്ടിക്കുക എന്ന് പറയുക. ഒരു പടക്കം പൊട്ടിക്കുക എന്നല്ല, പൈസ പൊട്ടിച്ച് കളയണ്ട, അത് ശരിയല്ല എന്ന് പറയും ഉപ്പ. അപ്പം അത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞങ്ങളും അത് ഫോളോ ചെയ്യുന്നത് മാത്രം. അപ്പോൾ അതേ നല്ല നല്ല ഭംഗിയുള്ള നല്ല നല്ല പൂത്തിരികളും മത്താപ്പുകളും ഒക്കെ ഇങ്ങനെ പൊട്ടുണ്ട്. അപ്പോൾ അതിനിടയിൽ നമ്മളുടെ ഇവിടെ ഈ തന്നെ നമ്മുടെ അയക്കൂറ തന്നെ മിളകിട്ടിട്ടുണ്ട്, മസാല ആക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ കൈപ്പക്ക ഒരു സ്പെഷ്യൽ ടൈപ്പിൽ, നമ്മൾ അനിയത്തിയുടെ സ്പെഷ്യൽ ടൈപ്പാണ്, അത് കറി വെക്കുന്നുണ്ട്. പിന്നെ പായസത്തിനുള്ള പരിപ്പ് വറുത്ത് വെച്ചിട്ടുണ്ട്, ചുവന്നുള്ളി വരെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ കഴിച്ച് ലാസ്റ്റ് ഇതേ പുളിഞ്ചിയും ഇവിടെ റെഡി ആവുന്നുണ്ട്. ഇതൊക്കെ തലേന്ന് ആക്കി വെക്കുകയാണ്. പായസത്തിനുള്ള തേങ്ങ ചിരകി വെച്ചു. പിന്നെ ഇതേ നമ്മളുടെ രാവിലേക്കുള്ള ചിക്കൻ കറി റെഡി. അങ്ങനെ എല്ലാ കാര്യങ്ങളും തലേന്ന് ഞങ്ങൾ കഴിഞ്ഞു. പിന്നെ പെരുന്നാളിൻ്റെ അന്ന് രാവിലെ എനിക്ക് കുറച്ച് സ്വീറ്റ്സ്, അതായത് ബക്ലാവ,
കുനാഫ ഉണ്ടായിരുന്നു, പിന്നെ ബ്രൗണി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ഓർഡർ കാലത്ത് ചെയ്ത് വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാലത്ത് ചെയ്തു. അപ്പോൾ ഒക്കെ കൊടുത്തതിന് ശേഷമാണ് ഞാൻ അനിയത്തിൻ്റെ അടുക്ക് പോയത് കേട്ടോ, അനിയൻ്റെ അടുക്ക് പോയത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഏത് അനിയൻ്റെ വീട്ടിലായിരുന്നു പെരുന്നാൾ, അനിയത്തിൻ്റെ വീട്ടിലേത് പെരുന്നാൾ എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ബക്കലാവൊക്കെ ഇവിടെ റെഡി, കുനാഫ റെഡി, അങ്ങനെയുള്ള കാര്യങ്ങൾ, ബ്രൗണി റെഡി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഞാനത് അവിടെ ചെന്ന് നോക്കി നോക്കുമ്പോൾ അവിടെ പായസവും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തലേന്ന് നമ്മളെല്ലാം കാര്യങ്ങൾ ചെയ്ത് വെച്ച് വന്നതാണല്ലോ. വരുമ്പോൾ ഒരു 2 മണി ഒക്കെ ആയിട്ടുണ്ട്, 2-2:30 ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ് വന്നിട്ടൊക്കെയാണ് ഞങ്ങൾ കിടന്നത്. അപ്പോൾ ചെന്ന ഉടനെ അവർ എനിക്ക് പായസമൊക്കെ തന്ന് അത് കുടിച്ച് ലാസ്റ്റ് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കട്ടെ, ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഒക്കെ ടയേർഡാവും. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും മുറ്റത്ത് നിന്ന് കുട്ടികളും ഞങ്ങളും ഉമ്മയും എല്ലാവരും കൂടെ നിന്ന് പല പോസിങ് ഫോട്ടോസൊക്കെ എടുത്ത്. അതെ, ഒരു ഉമ്മയാണ്, 2 അനിയത്തിമാരാണ്. ഞങ്ങൾ ട്വിൻസാണ്. കുറേ പേർക്കൊക്കെ അറിയാം, ഇക്കാമാരെ ട്വിൻസാണ്. അപ്പോൾ അപ്പുറം നിൽക്കുന്ന ഗ്രീൻ ചുരിദാറുണ്ടല്ലോ, അതും ഞങ്ങളാണ് ട്വിൻസ് കേട്ടോ. അത് താഴെയുള്ള അനിയത്തിയാണ്, ചെറിയ ആൾ. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും ഫോട്ടോസും വീഡിയോസും റീൽസും ചെറിയ ഇൻസ്റ്റയിൽ ഫോട്ടോ പോസ്റ്റ് ചെയ്യണവരും, ഇത് മക്കളാണ് കേട്ടോ, 2 ആൾ, ചെറിയ ആളും കൂടെ ഉണ്ട്. അങ്ങനെ അതായത് ഞങ്ങളുടെ ലഞ്ച് ടൈമായി. അപ്പോൾ നാടൻ ഫുഡാണ് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അവിയൽ, ചിക്കൻ ഫ്രൈ, അതുപോലെ തന്നെ മീൻ കറി, അതായത് അയക്കൂറായിരുന്നു മാത്രം, എന്നാലും അതും പിന്നെ മുളക് ഉപ്പിലിട്ടത്, 2 തരം ഉപ്പേരി, പുളിഞ്ചി, പിന്നെ കൈപ്പക്ക ഉപ്പാടെ ഫേവറേറ്റാണ്. കൈപ്പക്ക ഒരു മസാലക്കറി പോലെ ഒരു തേങ്ങ കറി ഉണ്ടാക്കി. അങ്ങനെ അവരത് കഴിഞ്ഞു, ഞങ്ങൾ കഴിഞ്ഞു. പായസം, പപ്പടം ഒക്കെയുള്ള കോമ്പിനേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഹാപ്പിയായി, സുഖമായിട്ട് നമസ്കാരം കഴിഞ്ഞിട്ടൊക്കെയാണ് ഭക്ഷണം കഴിച്ചത്. അപ്പോൾ എല്ലാവരും പോയിട്ട് സുഖമായിട്ടൊരു 1.5 മണിക്കൂർ കിടന്ന് ഉറങ്ങി. എല്ലാ ഇതും കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ബീച്ചിൽ പോയിരുന്നു കേട്ടോ. കടപ്പുറം ഇവിടെ മന്നലംകുന്ന് ഞങ്ങളടുത്ത് തന്നെ. ബീച്ചിലൊക്കെ പോയി ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് വൈബായിരുന്നു. കുറേ കാഴ്ചകളും കാര്യങ്ങളും കണ്ട്, കുറേ ഇതിലൊക്കെ കയറി, കടപ്പുറമൊക്കെ കണ്ട് അതിൽ ഐസ്ക്രീമൊക്കെ കഴിച്ച് ഞങ്ങളങ്ങനെ അന്നത്തെ ഒരു പെരുന്നാൾ, ഞങ്ങളെ ഇക്കാടെ വീട്ടിലെ പെരുന്നാൾ അങ്ങനെ കണ്ട് കഴിഞ്ഞു കേട്ടോ. പിന്നെ ഉപ്പിയമ്മൊക്കെ വേഗം പിരിഞ്ഞു. ഓരോരുത്തർ ഞങ്ങളൊക്കെ അനിയത്തിൽ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വന്നത്. പിന്നെ പിറ്റേ ദിവസമാണ് ഞങ്ങൾ എൻ്റെ വീട്ടിലൊക്കെ പോയത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവിടെ തന്നെ കുറേ നേരം കഴിച്ചുകൂടി സ്പെൻഡ് ചെയ്തു. പിന്നെ അവൾ പിറ്റേ ദിവസം അനിയത്തൊക്കെ വീട്ടിൽ പോയി. അങ്ങനെ ഞങ്ങളുടെ 2ാം പെരുന്നാളിന് ഞങ്ങളുടെ വീട്ടിൽ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ഞങ്ങൾക്കൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് വൈകുന്നേരത്തിന് വരാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ വൈകുന്നേരം വന്നപ്പോൾ ബ്രദറും ഭാബിയൊക്കെ ഒരു യാത്ര ഉണ്ടായിരുന്നവർക്ക്, അപ്പോൾ അങ്ങോട്ട് പോയി അവർ. ഞങ്ങളിവിടെ എന്നാൽ ശരി ഔട്ടിങ് പോകാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ ഫുഡ് മാജിക്ക് കുന്നുങ്ങളാണ് കേട്ടോ, അങ്ങോട്ട് പോയി. ഞങ്ങളവിടെ ഒരു അറിയുന്ന ആൾക്കാരെ കണ്ടു, അവർ സംസാരിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ചു. അൽഹംദുലില്ലാ ഒരു നല്ലൊരു വൈബാണ്. നമ്മൾ പാർസൽ കൊടുന്ന് വീട്ടിൽ കൊടുന്ന് കഴിക്കണതും അവിടെ പോയി കഴിക്കണതും ഒന്ന് തന്നെയാണ്. പക്ഷെ അങ്ങനെ പോണതും വീട്ടിൽ കൊടുന്ന് കഴിക്കണതും രണ്ടും വൈബ് വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കഴിക്കുകയാണെങ്കിൽ ചൂടോടെ സെർവ് ചെയ്ത് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് വേറല്ലേ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഉമ്മാനൊക്കെ ആയിട്ട്, ഉമ്മാക്ക് നല്ല ഇഷ്ടമാണ് അങ്ങനെയൊക്കെ പോണതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അങ്ങനെ ഒരു കാലിൻ്റെ സുഖമില്ലാത്തതുകൊണ്ട് എവിടെയും പോകലൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഉമ്മാനൊന്ന് സന്തോഷിപ്പിക്കാമെന്ന് കരുതിയിട്ട് ഞങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് പോയി. എവിടെ വിളിച്ചാലും വരില്ല, വയ്യ, കാല് വേദന എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്രാവശ്യം കാലൊക്കെ അൽഹംദുലില്ലാ ഒക്കെ ഉണങ്ങി ഭേദമായിട്ടുണ്ട്. കുറച്ച് മുറിയൊക്കെ ഉണ്ടായിരുന്നു കാലിന്മേ, അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ കുറേ ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ ഒക്കെ മാറി അൽഹംദുലില്ലാ. ഇപ്പോൾ എല്ലാവരും കൂടെ ഒന്ന് പുറത്ത് പോയിട്ടൊന്ന് സന്തോഷിപ്പിച്ചു എന്ന് മാത്രം. നമ്മുടെ ഉമ്മാരെ മനസ്സിൽ സന്തോഷിപ്പിക്കുമ്പോൾ മക്കൾക്ക് അതായാലും വലിയൊരു സന്തോഷം വേറെ എന്തുള്ളത് അല്ലേ. അപ്പോൾ എല്ലാവരും കൂടെ ഒന്ന് പോയി സന്തോഷിച്ച് വീട്ടിൽ വന്ന് ഞാനൊരു കുഞ്ഞ് കേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 3-in-1 കേക്കുകളൊക്കെ ചെയ്തതല്ലേ. അപ്പോൾ എനിക്ക് തോന്നിയ ഒരു ബ്ലാക്ക്, ഇവിടേക്ക് എനിക്ക് ആ ഒരു കേക്ക് കൊണ്ടുവരാൻ പറ്റില്ല കേട്ടോ. ഞങ്ങൾ അവിടെയാണ് ആ കേക്ക് കഴിച്ചത്. ഇവിടെ അത് ആ വീഡിയോ കിട്ടിയില്ല, നമ്മളെടുത്തില്ലേ, മറന്നുപോയി. അപ്പം ഇവിടേക്ക് ഞാനൊരു ബ്ലാക്കും ഒരു ഗ്രീൻ സ്പോഞ്ചും വെച്ചിട്ടുള്ള ഒരു കേക്കാണ് ചെയ്തത്. അപ്പോൾ അതേ സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്തെടുത്തതായിരുന്നു കേട്ടോ, ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേ ഇങ്ങനെ ഒരു കേക്ക് ചെയ്തു.
അപ്പോൾ എല്ലാവരും കൂടെ കട്ട് ചെയ്ത് കേക്കൊക്കെ കഴിച്ചു. എല്ലാവരും താത്തയും അളിയനൊക്കെ എൻ്റെ സിസ്റ്ററാണ് കേട്ടത്, താത്തേനത്. അപ്പോൾ താത്തയും അളിയനൊക്കെ അന്ന് തന്നെ പോയി. ഞാൻ പിന്നെ 2 ദിവസമൊക്കെ അവിടെ തപ്പിത്തരടി അവിടെ നിന്ന് മനൊന്നും കൂടെ ഒക്കെ ഒന്ന് സെറ്റാക്കി പിടിപ്പിച്ചിട്ടൊക്കെയാണ് ഞാൻ വന്നത്. അപ്പം നമുക്ക് ഇത്രയും ദിവസം വീട്ടിൽ കിടന്നിട്ട് നമ്മളെ വീട്ടിലിങ്ങനെ പെൺകുട്ടികളെ ഒരു കഷ്ടകാലം അല്ലേ. ഉമ്മാരെ വീട്ടിലും ഉമ്മടത്തൊന്നും നമ്മളെ വീട്ടിലും അധികം നിൽക്കാൻ പറ്റില്ല. അപ്പോഴും പോണില്ലേ എന്നാ വന്നതെന്ന് ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് എന്നാലും നമുക്ക് അവരത്ത് നിൽക്കാനും പറ്റാത്തൊരവസ്ഥ, നമുക്ക് നമ്മളെ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്. എന്നാലും അടിച്ച് പൊളിച്ച് ഉമ്മാരത്ത് 2-3 ദിവസം നിന്ന് ഹാപ്പി ആയിട്ടുണ്ട് പോന്നു. പിന്നെ മോന് അവരെ കസിൻസ് എല്ലാവരും കൂടെ ഒന്ന് മൂന്നാറിൽ പോയി അവർ അടിപൊളി ട്രിപ്പൊക്കെ ആയിരുന്നു. അവർക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പം അങ്ങനെ അവനും അവൻ്റെ വക ഇന്ന് അടിച്ച് പൊളിച്ച് ഞങ്ങൾ ഉമ്മാടത്ത് കെട്ടിപ്പിടിച്ച് കിടന്ന് അടിച്ച് പൊളിച്ച്. ഇതല്ലാണ്ട് എവിടെയും പോയൊന്നുമില്ല. ഇൻഷാ അല്ലാഹ് ഇനി പോകണം. അതിന് ചെറിയൊരു പ്ലാൻ ഉണ്ട്, അതിൻ്റെ വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മൾ വീഡിയോയോട് വൈൻഡപ്പ് ചെയ്യണം. ഇതാണ് നമ്മുടെ പെരുന്നാളിൻ്റെ ചെറിയൊരു കൊച്ചു വിശേഷങ്ങളൊക്കെ നിങ്ങൾ പങ്കിട്ടു. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ റെസിപ്പീസൊക്കെ വരുന്നുണ്ട്, നമ്മുടെ ഫില്ലിങ്ങും കാര്യങ്ങളും മാത്രമേ കണ്ടിട്ടുള്ളൂ നിങ്ങൾ. ഇൻഷാ അല്ലാഹ് നല്ല അടിപൊളി വീഡിയോസ് ആയിട്ടും ടിപ്സും ട്രിക്സ് ആയിട്ടും സനഹാ സേഫ് വീണ്ടും വരും. അതെല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. അസ്സലാമു അലൈക്കും. സ്റ്റേ ട്യൂൺ.